അടുത്തതായിട്ട് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ട്രാൻസ്ഫോമറിനെ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബേസ്ഡ് ഓൺ ദ ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് കോർ മെറ്റീരിയൽ. ട്രാൻസ്ഫോമറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോറിൻ്റെ മെറ്റീരിയലിൻ്റെ ടൈപ്പിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഷേപ്പ് ഓഫ് ദ കോറിൻ്റെ ഷേപ്പിനനുസരിച്ച് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, കെയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണോ ഗ്രേറ്റർ ദാൻ 1 ആണോ എന്നതിനനുസരിച്ച് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് വരുന്നുണ്ട്. ദെൻ സിംഗിൾ ഫേസ് ആണോ 3 ഫേസ് ട്രാൻസ്ഫോമർ ആണോ വരുന്നത്. അപ്പോൾ ഫേസിനനുസരിച്ച് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ദി ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോമർ വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് വൺ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് കോർ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന കോർ മെറ്റീരിയൽ അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് എയർ കോർ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പം എന്താണ്, അവിടെ യൂസ് ചെയ്യുന്ന കോർ ഒന്നും ഉണ്ടാവില്ല, എയർ ആണ് അവിടെ യൂസ് ചെയ്യുന്ന കോർ എന്ന് പറയുന്നത്. ഒരു ഹോളോ നോൺ മാഗ്നറ്റിക് കോറാണ്, മെയ്ഡ് ഓഫ് ദ പേപ്പർ ഓർ പ്ലാസ്റ്റിക് ഓവർ വിച്ച് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ് ആർ ബൗണ്ട്. നോൺ മാഗ്നറ്റിക് ഒന്നും അല്ലാത്ത ഒരു ഹോളോ പൊള്ളയായിട്ടുള്ള ഒരു ഹോളോ കോർ, അതായത് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പേപ്പറോ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഹോളോ നോൺ മാഗ്നറ്റിക് കോറിൻ്റെ പുറത്തായിട്ട് നമ്മൾ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി വൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എയർ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ എയർ കോർഡ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അവിടെ കെയുടെ വാല്യൂ സാധാരണഗതിയിൽ എയർ കോർഡ് ട്രാൻസ്ഫോമറിൽ ലെസ് ദാൻ 1 ആണ് വരാറുള്ളത്. ലെസ് ദാൻ 1 എന്ന് പറയുമ്പം N2 / N1 ലെസ് ദാൻ 1, അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ലെസ് ദാൻ ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ആയിരിക്കും. അതായത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് വരിക. യൂസ്ഡ് ഇൻ ദ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ്. സാധാരണ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനിലാണ് എയർ കോർ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാറുള്ളത്. നോ അയൺ ലോസ് ആസ് ദർ ഇസ് നോ മാഗ്നറ്റിക് കോർ മെറ്റീരിയൽ. ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്, നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള മാഗ്നറ്റിക് കോർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ അയൺ ലോസ് 0 ആയിരിക്കും. ദ നെക്സ്റ്റ് വൺ വരുന്ന അയർ കോർ ട്രാൻസ്ഫോമർ. അതായത് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ യൂസ്ഡ് വിത്ത് മെയിൻസ് പവർ സപ്ലൈ ട്രാൻസ്ഫോമർ. നമ്മൾ മെയിൻസ് പവർ സപ്ലൈ ട്രാൻസ്ഫോമറിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്നത് അയൺ കോർഡ് ട്രാൻസ്ഫോമർ ടൈപ്പാണ്. അയണിൻ്റെ ലാമിനേഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോർ ഉണ്ടാക്കാറുള്ളത്. നമ്മൾ ജനറലായിട്ട് ആദ്യമേ കോറിൻ്റെ ടൈപ്പ് പറഞ്ഞ സമയത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പറഞ്ഞ സമയത്ത് നമ്മൾ യൂസ് ചെയ്ത അതേ ട്രാൻസ്ഫോമർ, ലാമിനേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള അയൺ സ്റ്റീലിൻ്റെ ലാമിനേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന അയൺ കോർഡ് ട്രാൻസ്ഫോമേഴ്സ്. ദ നെക്സ്റ്റ് വൺ വരുന്നത് ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമറിൻ്റെ കോർ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫെറൈറ്റ് കോറുകളാണ് അവിടെ യൂസ് ചെയ്യാറുള്ളത്. പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ് ആർ വൗണ്ട് ഓൺ എ ഹോളോ പ്ലാസ്റ്റിക് കോർ. നമ്മൾ എയർ കോർഡ് ട്രാൻസ്ഫോമറിൽ ചെയ്തതുപോലെ തന്നെ ഒരു ഹോളോ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പേപ്പർ കോർ ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ അതിൻ്റെ മേലെയാണ് പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി വൈൻഡിങ് വൗണ്ട് ചെയ്യണത്. എന്നിട്ട് ഒരു ഫെറൈറ്റ് മെറ്റീരിയലിനെ നമ്മൾ ആ ഹോളോ കോറിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഫിഗറിൽ കാണിച്ചതുപോലെ ഒരു ഹോളോ കോറിൻ്റെ അകത്തേക്ക്, ഹോളോ പ്ലാസ്റ്റിക് കോറിൻ്റെ അകത്തേക്ക് നമ്മൾ ഫെറൈറ്റ് മെറ്റീരിയലിനെ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യണത്. ഇതും ഹൈ ഫ്രീക്വൻസി മുതൽ വെരി ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനിലാണ് യൂസ് ചെയ്യാറുള്ളത്. ഹാവിങ് ദ മിനിമം ലോസസ്, കാരണം മിനിമം ലോസസ് ആണ് ഇതിന് ഉള്ളത്. ദ നെക്സ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ കോറിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് കോർ ടൈപ്പ് ട്രാൻസ്ഫോമറാണ്. കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു, 2 സെപ്പറേറ്റ് ലിംബ് അല്ലെങ്കിൽ സെക്ഷൻസിൻ്റെ മേലെ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും വൈൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ദെൻ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ഫിഗറാണ് ഇവിടെ തന്നിട്ടുള്ളത്, സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ എങ്ങനെയാണ് കോയിൽ വൈൻഡ് ചെയ്തിട്ടുള്ള പ്രൈമറിയും സെക്കൻഡറിയും കോയിൽ 2 ലിംബിലായിട്ട് വൈൻഡ് ചെയ്തതായിട്ട് കാണാം. ഒന്നുകിൽ ഒരു ഐ ഷേപ്പും യു ഷേപ്പും തമ്മിൽ കപ്പിൾ ചെയ്ത് വരിക, അതല്ല എന്നുണ്ടെങ്കിൽ 2 എൽ ഷേപ്പുകൾ ഒരുമിച്ച് സ്റ്റാമ്പ് ചെയ്തിട്ടും കോറുകൾ ഉണ്ടാക്കാറുണ്ട്. ദെൻ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ പ്രൈമറിയും സെക്കൻഡറിയും കോയിൽ ഒരേ ലിംബിൻ്റെ മേലെ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വൈൻഡ് ചെയ്യുന്ന രീതിയാണ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ വരുന്നത്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെൻട്രൽ ലിംബിലാണ് 2 വൈൻഡിങ്ങും വൈൻഡ് ചെയ്യണത്. വോൾട്ടേജ് ട്രാൻസ്ഫോമറിലും പവർ ട്രാൻസ്ഫോമറിലുമാണ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ ഒരു ഇ ഷേപ്പും ഐ ഷേപ്പും അല്ലെങ്കിൽ ഒരു എം ഷേപ്പും ഒക്കെയാണ് കോറിൻ്റെ അത് സ്റ്റാമ്പിങ്, നമ്മൾ ലാമിനേഷൻസിൻ്റെ സ്റ്റാമ്പിങ് ഇ ഷേപ്പ് ഐ ഷേപ്പ് അതുപോലെ ടി യു ഷേപ്പ് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഷെൽ ട്രാൻസ്ഫോമറിനകത്ത് കോറിൻ്റെ സ്റ്റാമ്പിങ്ങിൻ്റെ ഷേപ്പുകൾ വരുന്നത്.
The next one വരുന്നത് റിംഗ് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ്. കോർ is made of circular or semi-circular laminations stacked and clamped together to form a ring. നമ്മുടെ ടൊറോയിഡിൻ്റെ ഒക്കെ ഷേപ്പ് പോലെ സർക്കുലാർ അല്ലെങ്കിൽ സെമി സർക്കുലാർ ഷേപ്പിലുള്ള ലാമിനേഷൻസിനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു റിംഗ് ഫോമിൽ ക്ലാമ്പ് ചെയ്ത് പിടിപ്പിക്കും. എന്നിട്ട് അതിലാണ് രണ്ട് പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും വൈൻഡ് ചെയ്യുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിൻ്റെ അകത്താണ് കൂടുതലായിട്ടും റിംഗ് ടൈപ്പ് ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കാറുള്ളത്. then classification based on the transformation ratio. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്, ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പം സെക്കൻഡറിയിലെ വോൾട്ടേജ് പ്രൈമറിയിലെ വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കും. അതായത് സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസിനേക്കാളും കൂടുതലാണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നമുക്ക് വോൾട്ടേജ് കൂട്ടിക്കിട്ടാനായിട്ട് സഹായിക്കും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ വോൾട്ടേജിനെ പ്രൈമറിയിലേക്കാളും വോൾട്ടേജിനെ സെക്കൻഡറിയിൽ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അതായത് സെക്കൻഡറിയിലെ വോൾട്ടേജ് പ്രൈമറിയിലെ വോൾട്ടേജിനേക്കാളും കുറവായിരിക്കും, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസിനേക്കാളും കുറവായിരിക്കും. ഇത് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഐസൊലേഷൻ ട്രാൻസ്ഫോമറാണ്. ഐസൊലേഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ രണ്ട് കോയിലും പ്രൈമറിയിലും സെക്കൻഡറിയിലും ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും, നമ്പർ ഓഫ് ടേൺസും ഈക്വൽ ആയിരിക്കും. ആകെ അവിടെയുള്ളൊരു പർപ്പസ് എന്ന് പറയുന്നത് രണ്ട് സർക്യൂട്ടുകളെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഈ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ആൻഡ് ടേൺസ് റേഷ്യോ അവിടെ എന്തായിരിക്കും, K ഈക്വൽ ടു 1 ആയിരിക്കും, N2/N1 ഈക്വൽ ടു 1 ആയിരിക്കും. then classification based on the operating frequency. ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ട് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക? ഫസ്റ്റ് വരുന്നത് മെയിൻ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറാണ്. മെയിൻ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ സാധാരണ അയൺ കോർ അല്ലെങ്കിൽ അയൺ കോർ ഷെൽ ടൈപ്പിലാണ് യൂസ് ചെയ്യാറുള്ളത്. ദെൻ ലിങ്ക് ബിറ്റ്വീൻ ദ AC മെയിൻ സോഴ്സ് ആൻഡ് അതർ ഡിവൈസസ് റിക്വയറിംഗ് ദ AC ഓർ DC പവർ. AC മെയിൻസും മറ്റുള്ള ഡിവൈസുകളും, അതായത് AC അല്ലെങ്കിൽ DC പവർ ഉപയോഗിക്കുന്ന ഡിവൈസുകൾക്കും ഇടയിലൊരു ലിങ്ക് ആവശ്യമായിട്ട് വരും. അത് രണ്ടും തമ്മിലൊരു കണക്ഷൻ ആവശ്യമായിട്ട് വരുന്ന കേസിലാണ് നമ്മൾ മെയിൻ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറുകൾ യൂസ് ചെയ്യാറുള്ളത്. മെയിൻ സോഴ്സും ഡിവൈസസും തമ്മിലൊരു കണക്ഷൻ അല്ലെങ്കിൽ ലിങ്ക് വേണ്ടി വരുന്ന സമയത്ത്. ഇതിന് വരുന്ന കേസിൽ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചതുപോലെ സെൻട്രൽ ടാപ്പ്, സെക്കൻഡറിയിൽ സെൻട്രൽ ടാപ്പ് വരുന്ന കേസ് അവൈലബിൾ ആണ്. അതുപോലെ all the power transformers are generally designed to work at main supply frequency. എല്ലാ പവർ ട്രാൻസ്ഫോമറുകളും സാധാരണ മെയിൻ സപ്ലൈ ഫ്രീക്വൻസിയിൽ 50 ഹെർട്സിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. പവർ ട്രാൻസ്ഫോമറുകളെല്ലാം അധികം ഈ മെയിൻ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറുകൾ തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ നമ്മൾ ഫിഗറിൽ കണ്ടതുപോലെ സെൻട്രൽ ടാപ്പ് അവൈലബിൾ ആയിട്ടുള്ള കേസും വരാറുണ്ട്. അത് കൂടാതെ തന്നെ ഒന്നിൽ കൂടുതൽ വൈൻഡിങ്ങുകൾ സെക്കൻഡറിയിൽ വരുന്ന കേസും അവൈലബിൾ ആണ്. പ്രൈമറിയിൽ ടാപ്പിംഗ് വരുന്ന കേസും അവൈലബിൾ ആണ്. ലാസ്റ്റ് കാണിച്ച ഫിഗർ, മൂന്നാമത് കാണിച്ച ഫിഗർ പോലെ പ്രൈമറിയിൽ ടാപ്പിംഗ് വരുമ്പം ഡിഫറെൻറ്റ് വോൾട്ടേജ് നമുക്ക് പ്രൈമറിയിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് സെക്കൻഡറിയിലെ വോൾട്ടേജിലും മാറ്റങ്ങൾ വരും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ടാപ്പിംഗ് കൊടുത്തിട്ട് മെയിൻ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിട്ട്, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് നേരത്തെ കണ്ടത്, കോയിലിൻ്റെ ഒരു ഡയഗ്രാം. സെക്കൻഡ് അതിൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ABC 3 കാണാം. രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് മൂന്നാമത്തെ ഫിഗറിൽ ശരിക്കും കാണാം. പ്രൈമറിയിൽ 2 ലീഡുകൾ കൊടുത്തിട്ടുണ്ട് പ്രൈമറി കണക്ഷൻ കൊടുക്കാനായിട്ട്. സെക്കൻഡറിയിലാണെങ്കിലും 3 ടെർമിനൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടാപ്പ് കൂടെ, സെൻട്രൽ ടാപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 3 ടെർമിനലാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറാണ്. ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. കാരണം പിന്നുകൾ അവൈലബിൾ ആയിട്ട് നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ യൂസ് ചെയ്യുന്ന ചെറിയ ട്രാൻസ്ഫോമറാണ് ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. PCB മൗണ്ടിങ് ടൈപ്പാണ്. ആ പിന്ന് ഉപയോഗിച്ചിട്ടൊരു പ്രിൻറ്റിംഗ് സർക്യൂട്ട് ബോർഡിൻ്റെ മേലെ നമ്മൾ മൗണ്ട് ചെയ്യുന്ന രീതിയിലാണ് അത് വരാറുള്ളത്. ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുമ്പോൾ എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ് ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. അപ്പോൾ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. എവിടെയൊക്കെയാണ് അത് യൂസ് ചെയ്യാറുള്ളത്? കപ്ലിംഗ് ദ ഔട്ട്പുട്ട് ഓഫ് വൺ സ്റ്റേജ് ഓഫ് ഓഡിയോ ആംപ്ലിഫയർ ടു ദ ഇൻപുട്ട് ഓഫ് ദ നെക്സ്റ്റ് സ്റ്റേജ്. ഓഡിയോ ആംപ്ലിഫയറിൻ്റെ, അതായത് ഇൻ്റർ സ്റ്റേജ് കപ്ലിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഓഡിയോ ആംപ്ലിഫയറിൻ്റെ ഒരു സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും അതിൻ്റെ അടുത്ത സ്റ്റേജിൻ്റെ ഇൻപുട്ടിലേക്ക് കപ്പിൾ ചെയ്യാനായിട്ട് ഇൻ്റർ സ്റ്റേജിന് 2 സ്റ്റേജുകളുടെ ഓഡിയോ ആംപ്ലിഫയറിൻ്റെ 2 സ്റ്റേജുകളെ കപ്പിൾ ചെയ്യാനായിട്ട് നമ്മൾ ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ആംപ്ലിഫൈഡ് ഓഡിയോ സിഗ്നൽ ഫ്രം ആൻ ആംപ്ലിഫയർ ടു ദ സ്പീക്കർ ഓഫ് ദ സൗണ്ട് സിസ്റ്റം. ആംപ്ലിഫൈ ചെയ്ത ഓഡിയോ സിഗ്നലിനെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാനായിട്ടും നമ്മൾ ഈ ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യാറുണ്ട്.
Then high frequency transformers. Next വരുന്നത് high frequency transformers ആണ്. High frequency transformerൽ യൂസ് ചെയ്യുന്ന കോറിൻ്റെ ടൈപ്പ് എന്ന് പറയുമ്പോൾ പൗഡേർഡ് അയൺ ടൈപ്പ് കോർ അല്ലെങ്കിൽ ഫെറൈറ്റ് കോറുകൾ വരാറുണ്ട്. ബ്രാസ് കോറുകൾ അല്ലെങ്കിൽ എയർ കോർ എന്ന് പറയുമ്പോൾ ഹോളോ കോറുകൾ വരാറുണ്ട്. റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമേഴ്സ് എന്നും പറയാറുണ്ട് അതിന്. ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമേഴ്സിന് റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമേഴ്സ് എന്നും അതുപോലെ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമേഴ്സ് RFTs എന്നും അതുപോലെ IFTs എന്നും പറയാറുണ്ട്. Used for coupling of any two stages of high frequency circuits such as the radio receivers. റേഡിയോ റിസീവേഴ്സ് പോലെയുള്ള ഹൈ ഫ്രീക്വൻസി സർക്യൂട്ടുകളുടെ രണ്ട് സ്റ്റേജസുകൾ തമ്മിൽ കപ്പിൾ ചെയ്യാനായിട്ട് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പർ ഫ്രീക്വൻസി ലിമിറ്റ് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിലെ അപ്പർ ഫ്രീക്വൻസി ലിമിറ്റ് എന്ന് പറയുന്നത് 30 MHz ആണ്. ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിലാണെങ്കിൽ 20 Hz മുതൽ 20 kHz വരെയാണ് റേഞ്ച് വരുന്നത്. ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിലാണെങ്കിൽ 30 MHz ആണ് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൻ്റെ ആപ്ലിക്കേഷനിൽ ഹയർ ഫ്രീക്വൻസി ലിമിറ്റായിട്ട് വരുന്നത്. പൊസിഷൻ ഓഫ് ദ കോർ ക്യാൻ ബി ഓൾട്ടേർഡ് വേരിയഡ് കപ്ലിംഗ് ആൻഡ് എനർജി ട്രാൻസ്ഫോമർ. അതായത് കോറിൻ്റെ പൊസിഷൻ നമുക്ക് ഇതിനകത്ത് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൽ കോറിൻ്റെ പൊസിഷൻ ഓൾട്ടർ ചെയ്യാനായിട്ട് അത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. കപ്ലിങ്ങും വേരി ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ എനർജി ട്രാൻസ്ഫറും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. കപ്പാസിറ്റർ കണക്റ്റഡ് അക്രോസ് ദ വൈൻഡിങ് ഇൻ പാരലൽ. ഇതിൻ്റെ കേസിൽ നമ്മൾ വൈൻഡിങ്ങിന് പാരലായിട്ട് കപ്പാസിറ്റർ കണക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ വൈൻഡിങ്ങിന് പാരലായിട്ട് കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ബിഹേവിയർ പല ഫ്രീക്വൻസിയിലും പല ഡിഫറെൻറ്റ് ബിഹേവിയർ ആയിട്ട് നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഡിഫറെൻറ്റ് ഫ്രീക്വൻസി നമുക്ക് ട്യൂൺ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഡിഫറെൻറ്റ് ബിഹേവിയർ അതിന് അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ട്യൂൺഡ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറുകളെ ട്യൂൺഡ് ട്രാൻസ്ഫോമർ എന്നും പറയാറുണ്ട്. റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്ന് പറയാറുണ്ട്. ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്നും പറയാറുണ്ട്. ഇനി വെരി ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ആണെങ്കിലോ എയർ അല്ലെങ്കിൽ ഫെറൈറ്റ് അല്ലെങ്കിൽ ബ്രാസ് കോറുകളാണ് അവിടെ കോർ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. എയറോ അല്ലെങ്കിൽ ഫെറൈറ്റോ ബ്രാസോ ആണ്. സ്പെഷ്യലി കൺസ്ട്രക്റ്റഡ് ടു മിനിമൈസ് ദ എനർജി ലോസസ് അറ്റ് വെരി ഹൈ ഫ്രീക്വൻസി. വെരി ഹൈ ഫ്രീക്വൻസിയിൽ എനർജി ലോസ് കുറയ്ക്കാനായിട്ട് സ്പെഷ്യലി കൺസ്ട്രക്ട് ചെയ്ത് വരുന്ന ടൈപ്പാണ് വെരി ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ വൈഡ് ആപ്ലിക്കേഷൻ വരുന്നത് സാധാരണ ടെലിവിഷൻ റിസീവേഴ്സിലാണ് നമ്മൾ വെരി ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറുകളെ ഉപയോഗിക്കാറുള്ളത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് സിംഗിൾ ഫേസ് ആണോ 3 ഫേസ് ആണോ എന്നനുസരിച്ചാണ്. നമ്മൾ സാധാരണ സിംഗിൾ ഫേസ് AC സപ്ലൈയുമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകളെ സാധാരണ ഏതിൻ്റെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറാണ് നമ്മൾ അതിന് വേണ്ടി ഡിസൈൻ ചെയ്യാറുള്ളത്. 3 ഫേസ് സപ്ലൈ ആയിട്ട് കണക്ഷൻ കൊടുക്കാനായിട്ട് 3 ഫേസ് ട്രാൻസ്ഫോമറുകളെ നമ്മൾ ഡിസൈൻ ചെയ്യാറുണ്ട്. 3 ഫേസ് ട്രാൻസ്ഫോമർ സാധാരണ ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിലും അതുപോലെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യാറുള്ളത് 3 ഫേസ് ട്രാൻസ്ഫോമറുകളാണ്. ഒരു പോളിഫേസ് ട്രാൻസ്ഫോമറിൻ്റെ ഫിഗറാണ് താഴെ കാണിച്ചിട്ടുള്ളത്. ദെൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ആപ്ലിക്കേഷൻ. ഇനി ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? പല ടൈപ്പ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതിൽ കുറച്ച് ടൈപ്പ് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ്. ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുമ്പോൾ ക്ലിപ്പ് ഓൺ കറണ്ട് മീറ്റേഴ്സിലും അതുപോലെ ഓവർലോഡ് ട്രിപ്പ് സർക്യൂട്ടുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സാണ്. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ എവിടെയാണ് യൂസ് ചെയ്യാറുള്ളത്? യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ദ സ്റ്റെബിലൈസ്ഡ് വോൾട്ടേജ് ഓഫ് സപ്ലൈ ഫോർ സെൻസിറ്റീവ് എക്യുപ്മെൻറ്റ്സ്. സെൻസിറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സിലൊക്കെ നമ്മൾ സ്റ്റെബിലൈസ്ഡ് വോൾട്ടേജ് കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ടുകളിലൊക്കെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമറുകളാണ് യൂസ് ചെയ്യാറുള്ളത്. യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ദ സ്റ്റെബിലൈസ്ഡ് വോൾട്ടേജ് സപ്ലൈ ഫോർ സെൻസിറ്റീവ് എക്യുപ്മെൻറ്റ്സ്. സെൻസിറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മൾ TV, ഫ്രിഡ്ജ് പോലെയുള്ള LED TV, ഫ്രിഡ്ജ് ഒക്കെ പോലെയുള്ള സെൻസിറ്റീവ് എക്യുപ്മെൻറ്റ്സിലേക്ക് നമ്മൾ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വോൾട്ടേജ് സപ്ലൈ കിട്ടാനായിട്ട് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സാണ് യൂസ് ചെയ്യാറുള്ളത്. CVT എന്ന് പറയും. നെക്സ്റ്റ് വൺ വരുന്നത് ഇഗ്നീഷൻ ട്രാൻസ്ഫോമേഴ്സ്. ഓട്ടോമൊബൈൽസിലാണ് നമ്മൾ ഇഗ്നീഷൻ പ്രോപ്പറായിട്ടുള്ളൊരു എഞ്ചിൻ്റെ ഇഗ്നീഷൻ കൊടുക്കാനായിട്ട് ഇഗ്നീഷൻ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യും. വെൽഡിംഗ് എക്യുപ്മെൻറ്റ്സിനകത്ത് വെൽഡിംഗ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിനകത്ത് അധികം നമ്മൾ പൾസ് ട്രാൻസ്ഫോമേഴ്സാണ് യൂസ് ചെയ്യാറുള്ളത്. ദെൻ ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ്. ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഡ്രൈ ടൈപ്പാണ്, അതായത് എയർ കൂൾഡ് ട്രാൻസ്ഫോമേഴ്സാണ് അത്. ഡ്രൈ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഓയിലോ ഒന്നും ഇല്ലാത്ത എയർ കൂൾഡ് ആയിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഫോർ ഇൻഡോർ ആപ്ലിക്കേഷൻസ് വേർ അതർ ട്രാൻസ്ഫോമർ ടൈപ്സ് ആർ കൺസിഡേർഡ് ടു റിസ്ക്. ഇപ്പോൾ ഓയിലോ അങ്ങനെയൊക്കെയുള്ള എക്സ്പ്ലോഷണൽ ചാൻസ് ഒക്കെയുള്ള ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത് ഭയങ്കര റിസ്ക്കി ആയിട്ട് വരുന്ന ഇൻഡോർ ആപ്ലിക്കേഷൻസ് പോലെയുള്ള സൈഡുകളിലാണ് നമ്മൾ എയർ കോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എയർ കൂൾഡോ ഡ്രൈ ടൈപ്പ് ആയിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യാറുള്ളത്.